ഒരു ദിവ്യ ഔഷധമെന്ന വണ്ണം ഉപയോഗിക്കാൻ ഏറ്റവും പ്രയോജനകരമായ, അനുഗ്രഹത്തിന് ദിവ്യ ഔഷധമായ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളോ മറ്റ് ഔഷധക്കൂട്ടുകളോ ഒന്നും ചേർത്തിട്ടല്ല, മറിച്ച് പരിമല കൊച്ചു തിരുമേനിയുടെ കബറിടത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയ സന്നിധിയിലുള്ള ഈ നിലവിളക്കിൽ നിന്നും കരിയും എണ്ണയുമെല്ലാം സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അത് സർവ്വതരത്തിലുമുള്ള രോഗങ്ങൾക്ക് അറിവ് വരുത്തുന്ന ഒരു ദിവ്യ ഔഷധമാണ് എന്നുള്ളത് ശതാബ്ദങ്ങൾ പഴക്കമുള്ള വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസത്തിൻ്റെ കൃത്യതയാർന്ന ആവർത്തനത്തിൻ്റെ ദൃശ്യമാണ് പ്രിയ പ്രേക്ഷകരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാസ ആരംഭിച്ചു കഴിയുന്ന സമയം മുതൽ റാസ തിരികെ പള്ളിയിലെത്തി വൈദിക ശ്രേഷ്ഠരെല്ലാവരും തന്നെ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് ആശീർവാദം എന്ന ചടങ്ങ് ആരംഭിക്കുന്നത് വരെയും പള്ളിമേടയിൽ നിന്നും ദിവ്യമായ ഈ മണിനാദം പ്രപഞ്ചത്തിൻ്റെ ശ്വാസഗതി പോലെ കേട്ടുകൊണ്ടേയിരിക്കും. ആ മണിനാദം ഇവിടെ ചേർന്നു നിൽക്കുന്ന മുഴുവൻ വിശ്വാസികളുടെയും ആനന്ദത്തിന്റെ ഹൃദയമിടിപ്പ് പോലെ ഇവിടെ പ്രതിധ്വനിക്കുകയാണ്. എത്ര പറഞ്ഞാലും എത്ര വിശേഷിപ്പിച്ചാലും പരിമല തിരുമേനിയുടെ പുണ്യചരിതം ഒന്നുമാവുന്നില്ല. കൊടും കാട് പിടിച്ചു കടന്നിരുന്ന, കാട്ടുമൃഗങ്ങൾ അധിവസിച്ചിരുന്ന ഒരു സാധാരണ പ്രദേശത്തെ പരിശുദ്ധിയുടെ പരിപാലനതയുടെ പറുദീസയാക്കി മാറ്റിയത് പരിമല കൊച്ചു തിരുമേനിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞത്, പരിമല തിരുമേനി പരിമള തിരുമേനിയാണ്. പരിമല തിരുമേനിയുടെ വിയർപ്പ് കണങ്ങൾ ഇട്ടുവീഴുമ്പോൾ ഉണ്ടാകുന്നത് ദുർഗന്ധമല്ല, സുഗന്ധമാണ്. സുഗന്ധപൂരിതമായ സേവന പ്രവർത്തനങ്ങളിലൂടെ ദിവ്യാത്ഭുതങ്ങളുടെ പട്ടിക പരിമല തിരുമേനി നിരത്തുന്നില്ല. മറിച്ച് ദൈവഹിതമനുസരിച്ച് കണ്ണുനീരൊടുക്കുന്നവന്റെ കണ്ണീരെത്താനുള്ള കൈലേസായി തന്റെ ഹൃദയത്തെയും കരങ്ങളെയും മാറ്റി പുണ്യങ്ങളുടെ പെരുമഴ പെയ്യിച്ചുകൊണ്ട് സർവ്വജനങ്ങളുടെയും നന്മയ്ക്കായി സദാ സ്വജീവിതം ഉപയോഗപ്പെടുത്തിയ പരിമല തിരുമേനിയുടെ ജീവിതം തന്നെ ഒരു മഹാത്ഭുതമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ, ഒരു വൈദിക ശ്രേഷ്ഠന്റെ ജീവിതത്തിൽ ഇത്രത്തോളം സേവനങ്ങൾ, ഇത്രത്തോളം സഹായങ്ങൾ ജാതിമത ഭേദമന്യേ സകല ജനതയ്ക്കും ചെയ്തു കൊടുക്കുവാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് കൃത്യമായ പഠനത്തിലൂടെ തന്നെ നമ്മൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന മഹാസത്യങ്ങളാണ്. പരിമല തിരുമേനി ചെയ്തിട്ടുള്ള ആ പുണ്യകർമ്മങ്ങളുടെ എല്ലാം കൃത്യമായ ചരിത്രം വായിക്കുവാൻ, നേരിൽ കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ട്. ഈ പരിമലയുടെ സമീപ പ്രദേശങ്ങളിലുള്ള എത്രയോ മുതിർന്ന വ്യക്തികൾ അവരുടെ തറവാട്ടിൽ, അവരുടെ കുടുംബത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ പരിമല തിരുമേനിയുടെ സഹായഹസ്തം ലഭിച്ച ആ പരിമല തിരുമേനി സങ്കടപ്പെടുന്ന വേളയിൽ കൈപിടിച്ചുയർത്തിയ അനുഭവങ്ങൾ എത്രയോ ഇന്നും പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. അവ്യനാം ഈശ്വരന്റെ ആരാമരത്നം തന്നിൽ അവ്യാജ കുതൂഹലം പാടി സഞ്ചരിക്കുന്ന ഒരു ദിവ്യ കോകിലമായി സങ്കടമനുഭവിക്കുന്നവർക്ക് എല്ലാ തരത്തിലും അത്താണിയായി, ആലംബമായി, അവലംബമായി പരിമല കൊച്ചു തിരുമേനി ഇവിടെ വാണരുളി എന്ന് തന്നെ പറയണം. ഒരിക്കലും പരിമല കൊച്ചു തിരുമേനി സ്വർഗീയ സുഖങ്ങൾ ആഗ്രഹിച്ചില്ല. ഒരിക്കലും പരിമല കൊച്ചു തിരുമേനിയുടെ പാദങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഉയർന്നുപോയില്ല എന്ന് പറയുമ്പോൾ സ്വർഗീയ സുഖങ്ങളുടെ അന്വേഷണത്തിനായി ഒരിക്കലും അദ്ദേഹം ഇച്ഛിച്ചില്ല. ഈ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ മണ്ണിൽ കണ്ണീരൊപ്പം ഒഴുക്കുന്നവന്റെ കണ്ണീരൊപ്പാനാണ് അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും വിനിയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നന്മ ചെയ്യുന്നവരുടെ, നന്മ ചെയ്തവരുടെ ആ പാദങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് ജീവിതത്തിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് പരിമലപ്പള്ളിയിലെ ഈ വിശ്വാസികളുടെ തിരക്ക് കാട്ടിത്തരുന്നത് തന്നെ. 1902 നവംബർ മാസം 2-ാം തീയതി രാത്രിയിൽ തൻ്റെ അന്ത്യ നിമിഷങ്ങൾ അടുത്തു കഴിഞ്ഞുവെന്ന് തിരുമേനി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ശയ്യാവലംബിയായി കിടക്കുന്ന വേളയിൽ ഒപ്പമുണ്ടായിരുന്ന വൈദികരോടെല്ലാം തൻ്റെ കിടക്കയ്ക്ക് ചുറ്റും നിൽക്കുവാനും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനും തിരുമേനി
ആവശ്യപ്പെട്ടു. വേദനയോടെ ഒപ്പമുണ്ടായിരുന്ന വൈദികർ എല്ലാവരും തന്നെ ഉറക്കെ പ്രാർത്ഥനയിലേർപ്പെട്ടു. പരിമല കൊച്ചു തിരുമേനിയും ആ ശയ്യയിൽ കിടന്നുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പൂർണ്ണമായും പങ്കുകൊണ്ടാണ് കണ്ണുകൾ അടച്ച് പരിശുദ്ധ പിതാവിൻ്റെ ആ സ്വർഗഭൂമിയിലേക്ക് മടങ്ങിപ്പോയത്. ശരികളും നന്മകളും സേവനങ്ങളും ത്യാഗങ്ങളും ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും ഏറ്റവും സുഖകരമായി ലഭിക്കാവുന്ന ആ സൗഖ്യദായകമായ യാത്ര തന്നെ പരിമല കൊച്ചു തിരുമേനിക്കും സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് ലഭിക്കുകയുണ്ടായി. ആ തിരുമേനിയുടെ 109-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന റാസയുടെ ദൃശ്യങ്ങൾ നാം കാണുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.